ചോദ്യം വായിക്കുക. രാജുവിന് ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്കും രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും? വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. ഇപ്പം നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നിങ്ങൾ കേട്ടാൽ മതി. ഒന്നാം പാദ പരീക്ഷയിൽ 62 മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ പരീക്ഷ ചെയ്തു, നിങ്ങൾക്ക് ഓണ പരീക്ഷയിൽ എത്ര മാർക്ക് കിട്ടി? 62 മാർക്ക് കിട്ടി. രണ്ടാം പാദ പരീക്ഷയിൽ 48 മാർക്ക് കിട്ടി എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് 48 മാർക്ക് കിട്ടി. ഇപ്പം നിങ്ങൾ 2 എക്സാം എഴുതിയേ. ഇപ്പോൾ രണ്ട് എക്സാമിൻ്റെ മാർക്കുകൾ ഒന്നാമത്തേന് 62, രണ്ടാമത്തേന് 48 കിട്ടി. ഇപ്പോൾ ആകെ എത്ര കിട്ടിയെന്ന് പറയുന്നത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ മതി അല്ലേ? അപ്പം 110 110 മാർക്ക് നമുക്ക് കിട്ടി. ഇനിയാണ് അടുത്ത് എന്താണ്? ഇനി എത്ര മാർക്ക് കൂടെ കിട്ടിയാൽ എന്ന് വെച്ചാൽ ഇനി അവസാന പരീക്ഷ കൂടെ ഉണ്ടല്ലേ, ആ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്കാവും. അപ്പം അവസാനത്തെ പരീക്ഷ വിടാകുമ്പോൾ എത്ര പരീക്ഷയായി? 3 പരീക്ഷയായി. ആ 3 പരീക്ഷയും കൂടെ ശരാശരി എത്ര മാർക്ക് വരണം? 60 മാർക്ക് വരണം. എന്ന് വെച്ചാൽ ആകെ മാർക്ക് എത്രയായിരിക്കും? 3 × 60. അതാണല്ലോ ആകെ മാർക്ക്, 180 മാർക്ക്. എന്ന് വെച്ചാൽ ആ 3 പരീക്ഷയും കൂടെ 180 മാർക്ക് കിട്ടണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഓൾറെഡി 110 മാർക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് എത്ര മാർക്ക് ആകണം? 180 മാർക്ക് ആകണം. അപ്പോൾ എത്ര മാർക്ക് കൂടെ വേണമെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി. 70 മാർക്ക് കൂടെ കിട്ടിയാൽ മതി. നമ്മൾ എന്ത് ചെയ്യണം? 180 നിന്ന് ആ 110 കുറച്ചാൽ മതി. എത്ര കിട്ടും? 70 മാർക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് 180 മാർക്കാവും, ശരാശരി 60 ആവുകയും ചെയ്യും. നമ്മുടെ ബി ഓപ്ഷൻ നോക്കിയാൽ 70 എന്ന് കിടപ്പുണ്ട്. കണ്ടോ? അടുത്ത ചോദ്യം. ഒരു സ്കൂളിലെ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇതിൽ 25 വയസ്സുള്ള അധ്യാപകൻ സ്ഥലം മാറിപ്പോയി, പകരം 45 വയസ്സുള്ള അധ്യാപകൻ വന്നു. ഇപ്പോൾ അവരുടെ ശരാശരി പ്രായം എത്ര? ഇത് ഞാൻ 2 തരത്തിൽ പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ ഫോളോ അപ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് എഴുതി ചെയ്യാം. അല്ലാണ്ട് തന്നെ വൺ വേർഡായിട്ട് പെട്ടെന്ന് മനക്കണക്കായിട്ടും ചെയ്യാം. ഇപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ എന്താണ്? ചോദ്യം ആദ്യം വായിക്കുമ്പോൾ 20 അധ്യാപകരുടെ ശരാശരി പ്രായം 35 ആണ്. ഇപ്പോൾ 20 പേരുടെ ശരാശരി 35. അപ്പോൾ നമുക്കറിയാമെങ്കിൽ 20 പേരുടെ ആകെ എത്രയായിരിക്കും? 20 × 35 അല്ലേ? ഇപ്പോൾ എത്ര കിട്ടി? 700 കിട്ടി. അപ്പോൾ ഇപ്പോൾ ഉള്ള 20 അധ്യാപകരുടെ പ്രായം നമ്മൾ എഴുതി ഒരു പേപ്പറിൽ എഴുതി കൂട്ടിയാൽ ആകെ എത്രയുണ്ട്? 700 എന്നാണ് കിട്ടുക. മനസ്സിലായല്ലോ? ഇനിയാണ് കാര്യം. ഇതിൽ 25 വയസ്സുള്ള ഒരാൾ പോയി എന്ന് വെച്ചാൽ ഇപ്പോൾ 700 ആണ് ആകെ വയസ്സ്. അതിനകത്ത് 25 പോയി എന്ന് വെച്ചാൽ 25 കുറക്കണം. കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 675 എന്നായി. ഇനി എന്താണ് പകരം? എന്താ? 45 വയസ്സുള്ള വേറൊരു സാറ് വന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ 675 ഇപ്പോഴുണ്ട്. ഒരാൾ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരാൾ പുതുത് വന്നു. അതാരാ വന്നത്? 45 വയസ്സുള്ള. അപ്പോൾ പ്ലസ് 45. അപ്പോൾ നമുക്ക് 720 എന്ന് കിട്ടാം. ഇനി ശരാശരി കണ്ടുപിടിക്കണം. ഇപ്പം നിങ്ങൾ ആലോചിച്ച്, ഇപ്പം നിങ്ങളുടെ 20 പേരുള്ള ഒരു ഗ്രൂപ്പിൽ നിങ്ങളുണ്ട്. ഇതിൽ ഒരാൾ പോയി ഒരാൾ വന്നു എന്ന് പറഞ്ഞാൽ എണ്ണം എത്ര തന്നെയാണ്? 20 തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പം നമുക്കിപ്പോൾ ഉള്ള തുക, ഇപ്പോഴുള്ള 20 പേരുടെ തുക എത്രയാണ്? 720 ആണ്. 20 പേര് തന്നെ എണ്ണം. ഒരാൾ പോയി ഒരാൾ വന്നാൽ 20 തന്നെയാണ് അവിടെ. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ എണ്ണം കൊണ്ട് ഹരിക്കണ്ടേ? അപ്പോൾ 720/20. 0 വെട്ടാം. 72/2 എത്ര? 36 എന്ന് കിട്ടും. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ബി കിടപ്പുണ്ട്. എത്രയാ? 36 എന്ന് കിടപ്പുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എഴുതി ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാതെ മനക്കണക്കായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നോക്കിക്കോണേ, പറ്റുന്നവരൊക്കെ അതുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ചോദ്യം അവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ ചോദ്യം ഒന്നുകൂടെ വായിക്കുന്നില്ല. ഇപ്പം നമ്മുടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് 20 അധ്യാപകരുടെ ശരാശരി 35. ഇപ്പോഴത്തെ ഒരു ശരാശരി എത്രയുണ്ട്? 35 എന്നുണ്ട്. ഞാൻ ആ 35 അവിടെ എഴുതിയിട്ടു. ഇനിയാണ് കാര്യം. ആര് പോയി? 25 വയസ്സുള്ള ഒരാൾ പോയി. ഈ പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് മൈനസ് ആണ് ആൾക്ക്. ഇനി ആര് വന്നു? 45 വയസ്സുള്ള ഒരാൾ വന്നു. വരുന്ന ആൾക്ക് എന്ത് ചെയ്യണം? പ്ലസ് ചെയ്ത്. നമ്മൾ ഓർത്തില്ല, പുതുതായിട്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ഒരാൾ വരുമ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്തു, പോകുമ്പോഴത്തേക്ക് മൈനസ് ചെയ്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോയ ആൾക്ക് മൈനസ് കൊടുത്തു, വന്ന ആൾക്ക് പ്ലസ് കൊടുത്തു. ഇനിയിപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ എത്ര കിട്ടും? 45 25 പോയാൽ 20. 45 ചിഹ്നമാണ് പ്ലസ്. അപ്പോൾ പ്ലസ് 20. ആ ചിഹ്നം ഉൾപ്പെടെ വേണേ. പ്ലസ് 20 എന്ന് കിട്ടും. ഇനി ഈ കിട്ടിയിരിക്കുന്ന ആളെ നമ്മുടെ ഇപ്പോഴത്തെ എണ്ണം കൊണ്ട് ഹരിക്കുക. എണ്ണം എന്ന് വെച്ചാൽ എത്രയാ? 20 പേരാണ് ഇവിടെ ഉള്ളത്. ഒരാൾ പോയി ഒരാൾ വന്നു, അപ്പോൾ 20 തന്നെ. അപ്പോൾ എണ്ണം കൊണ്ട് ഹരിക്കുക. 20/20 എത്ര കിട്ടും? +1 കിട്ടും. മനസ്സിലായോ?
ആ പ്ലസ് ഒന്ന് എത്രയാണോ ഇവിടെ കിട്ടുന്നത്, പ്ലസ് ഒന്നെങ്കിൽ പ്ലസ് ഒന്ന്, മൈനസ് ഒന്നെങ്കിൽ മൈനസ് ഒന്ന്, പ്ലസ് അഞ്ചെങ്കിൽ പ്ലസ് അഞ്ച്, അത് അങ്ങോട്ട് കൊടുക്കുക 35-ൻ്റെ കൂടെ ആദ്യത്തെ ശരാശരിയോട് കൊടുക്കുക. 35 ഒന്ന് 36 കിട്ടി. കണ്ടോ, ബി ഓപ്ഷൻ നോക്കിക്കേ, 36 കിടപ്പില്ലേ, അത് തന്നെ നമ്മുടെ ആൻസർ. അപ്പോൾ ഇത് ഷോർട്ട് മെത്തേഡ് ചെയ്യുമ്പോൾ ഓർക്കാൻ നല്ലപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യരുത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ കിട്ടിയാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്, അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഇത് കൺഫേം ചെയ്യാനായിട്ട്. മെത്തേഡൊക്കെ കറക്റ്റാണ്, നിങ്ങൾക്ക് ചെയ്താൽ തെറ്റത്തൊന്നുമില്ല. പക്ഷേ നിങ്ങൾ അറിയണം അതിനെക്കുറിച്ച്. അറിയാതെ നിങ്ങൾ വെറുതെ തോന്നുന്ന പോലെ എഴുതി കഴിഞ്ഞാൽ അത് വർക്കാവത്തില്ല. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 8 ആണ്. ടീച്ചറിനെയും കൂടി ഉൾപ്പെടുത്തിയാൽ ശരാശരി വയസ്സ് 10 ആകും എങ്കിൽ ടീച്ചറിൻ്റെ വയസ്സ് എത്ര? നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന ഒരു ശരാശരി ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം 20 കുട്ടികളുടെ ശരാശരി എത്രയാണ്? 8 എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. ടീച്ചറും കൂടെ വന്നു എന്ന് പറയുമ്പോൾ എത്രയായി? 20 എന്നുള്ള എത്രയായി? 21 ആയി. അപ്പോൾ ശരാശരി എത്രയായി? ടീച്ചർ കൂടെ വന്നപ്പോൾ പുതിയ ശരാശരി എടുത്തപ്പോൾ ശരാശരി 8 എന്ന് മാറി 10 എന്നായിട്ട് മാറി. നിങ്ങൾ ടീച്ചറിന് എത്ര വയസ്സെന്നാണ് ചോദ്യം. നമ്മൾ ആ ഷോർട്ട് മെത്തേഡൊക്കെ ഇതിനുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഇതിനുമ്പത്തെ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. നമുക്ക് ആ 8ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുക എത്രയാണ്? 2 അല്ലേ. ശരാശരി വ്യത്യാസം 2. ആ 2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 20നെ ഗുണിക്കുന്നു. 20 × 2 എത്ര? 40. എന്നിട്ട് ആ 20ന് അവിടെ നേരെ ഒരു ആരോ മാർക്ക് ഉണ്ട്, അവിടെ വന്നിരിക്കുന്ന ആ ഡയഗണലായിട്ട് വന്നിരിക്കുന്ന 10 കൂടെ അങ്ങോട്ട് എഴുതുക, തമ്മിൽ പ്ലസ് ചെയ്യുക. 40 + 10 എത്ര? 50 എന്ന് കിട്ടും. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ചെയ്യണം ചെയ്യാം. 20 പേരുടെ ശരാശരി 8 എന്നാകുമ്പോൾ 20 × 8 ആകെ എത്രയായി? 160 ആയി. കുട്ടികളുടെ മാത്രം വയസ്സ് 160. ടീച്ചർ വന്നപ്പോൾ എത്രയാ? 21 ആയി. ശരാശരി 10 ആയി. അപ്പോൾ 21 × 10 എത്ര? 210 ആയി. തമ്മിൽ വ്യത്യാസം എടുത്താൽ മതി. 210 160 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 50 എന്ന് കിട്ടും. ഒറിജിനൽ മെത്തേഡ് നേരിട്ടും ചെയ്യാം. ഇവിടെ വലിയ സംഖ്യകളും ചില ദശാംശ സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂ ചെയ്യുന്നതിന് മെനക്കേടാം. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അതിനാണ് ഇങ്ങനെയുള്ള ഷോർട്ട് മെത്തേഡ് കാണിക്കുന്നത്. എനിവേ നമ്മുടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. 50 എന്ന് കിടപ്പുണ്ട്. ഓക്കെ. അടുത്ത ചോദ്യം, 5 സംഖ്യകളുടെ ശരാശരി 41, 35 എന്ന ഒരു പുതിയ സംഖ്യ കൂടി ആറാമതായി ചേർത്ത് പുതിയ ശരാശരി എത്ര? നമുക്കിത് രണ്ടുപേർക്ക് ചെയ്യാം. ഇത് മനക്കണക്കുള്ളതാണ്. ഇപ്പോൾ ആദ്യം ആ ക്വസ്റ്റ്യൻ പറയുന്ന പോലെ ചെയ്തു. ഈ ഒറിജിനലായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആശയമുണ്ട്, അതാണ് ഞാൻ ഈ ഒറിജിനലായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ എത്ര? 5 സംഖ്യകളുണ്ട്, ശരാശരി 41. അപ്പോൾ ശരാശരിയും എണ്ണവും തന്നിട്ടുണ്ട്. അപ്പം 5 സംഖ്യകളുടെ തുക എത്രയായിരിക്കാം? 5 × 41 എത്ര കിട്ടും? 205. അപ്പോൾ ഇപ്പോഴത്തെ ഉള്ള 5 സംഖ്യകൾ എഴുതി കൂട്ടിയാൽ 205 എന്ന് കിട്ടും. ഇനി ചോദ്യം വായിക്കുമ്പോൾ 35 എന്നൊരു പുതിയ സംഖ്യ കൂടെ വന്നു എന്ന് വെച്ചാൽ 205 ഇപ്പോൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 35 കൂടെ കൂട്ടുക. 205 + 35 എത്ര കിട്ടി? 240. ഇനി നമുക്ക് ശരാശരി കണ്ടുപിടിക്കണം. ഇപ്പോൾ 240 എന്ന് വെച്ചാൽ 240 ഞാൻ എഴുതി. അത് എത്ര സംഖ്യകളാണ്? 5 സംഖ്യ ഇവിടെ ഉണ്ട്, ഒരു സംഖ്യ കൂടെ വന്നു, അങ്ങനെ 6 സംഖ്യയുണ്ട്. 6 സംഖ്യകളുടെ തുകയാണ് 240. അപ്പം 240 തുക ബൈ എണ്ണം എത്രയുണ്ട്? 6 ഡിവൈഡ് ചെയ്യുമ്പോൾ 6ഉം 24 കൂടെ 4 തവണ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 40 എന്ന് കിട്ടാം. നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയാൽ സി ഓപ്ഷൻ ഉണ്ട് അവിടെ. കണ്ടോ, അത്രയേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യനാണ് ഇത്. നമുക്ക് ഇതിങ്ങനെ പോലും വേണ്ട, പേന പോലും എടുക്കാതെ നമുക്ക് മനക്കണക്ക് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. അത്ര ചെറുതാണ്. നോക്കിക്കോ, അതെങ്ങനെ പറ്റുമോ നോക്ക് നിങ്ങളെ, അല്ലെങ്കിൽ ഇതിലേക്ക് തന്നെ പോവുക. ഞാൻ വീണ്ടും ആ ചോദ്യം അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 5 സംഖ്യകളുടെ ശരാശരി 41. അപ്പോൾ ശരാശരി ഞാനിവിടെ 41 എഴുതി വെച്ചു. ഇനി പുതുതായിട്ട് വന്നത് 35ആണല്ലേ. അപ്പോൾ നമുക്ക് 41ഉം 35ഉം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് എടുക്കാം. എത്രയാണ് വ്യത്യാസം? 6. ഈ 6ന് നമ്മുടെ എണ്ണം ഇപ്പം എത്ര? 5 സംഖ്യ ഉണ്ടായിരുന്നു, ഒരു സംഖ്യ കൂടെ വന്നു, അപ്പോൾ 6. 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എത്ര കിട്ടി? 1 കിട്ടി. ആ 1നെ ഞാനവിടെ കാണിച്ചു. ഇനി കൂട്ടണോ കുറക്കണോ എന്ന് മാത്രമാണ് അറിഞ്ഞാൽ മതി, ബാക്കിയല്ല എളുപ്പം. എന്താ അതെങ്ങനെ മനസ്സിലാവുന്നത്? ഇപ്പം ശരാശരി 41 ഉണ്ട്, നമ്മുടെ ശരാശരിയേക്കാൾ കുറവാണ് ഈ വന്നിരിക്കുന്ന ആൾ. ശ്രദ്ധിച്ചോ നിങ്ങൾ? അപ്പം നമ്മളൊരു മൈനസ് ഇട്ട് കൊടുത്തേ, കുറവായതുകൊണ്ട് മൈനസ് ഇട്ട് കൊടുത്തേക്കാം. 41 - 1 എത്ര? 40. ഓപ്ഷൻ സിയിലേക്ക് നോക്കിയാൽ കാണാം 40 എന്ന് കിടപ്പുണ്ട്. ഓക്കെ. ചോദ്യം വായിക്കുക. തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിലേറ്റവും വലിയ സംഖ്യ ഏത്?
നമുക്ക് രണ്ട് വിധത്തിൽ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ് തുടങ്ങി എക്സ്+1 അങ്ങനെ നമുക്ക് 5 എഴുതി ചെയ്യാം. അങ്ങനെ x+1, x+2, x+3, x+4 എന്ന് എഴുതി അത് സിംപ്ലിഫൈ ചെയ്തിട്ട് എക്സിന്റെ വില കണ്ടുപിടിച്ച് മറ്റുള്ള സംഖ്യയും കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മുടെ PSC മെത്തേഡ് ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. ശരാശരി എന്ന് പറയുന്നതിന്റെ ആശയം ഉപയോഗിച്ചാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. അതെങ്ങനെയാണ്? 5 സംഖ്യകളുടെ തുക 300 എങ്കിൽ അവയുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ശരാശരി എന്ന് വെച്ചാൽ തുക ബൈ എണ്ണം. തുക 300 ആണ്, എണ്ണം 5 ആണ്. 300/5 60. അപ്പോൾ നമുക്കിങ്ങനെ ശരാശരിയായിട്ട് കിട്ടിയിരിക്കുന്ന ഈ സംഖ്യ കണ്ടോ, അതിനെയാണ് നമ്മൾ മിഡിൽ നമ്പർ. നമുക്ക് സാധാരണ നമ്മൾ പറയുന്നുണ്ട് സംഖ്യകളുടെ എണ്ണം കണ്ടോ, 5 എണ്ണം നമ്മൾ ആ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കുക നിങ്ങൾ. 5 എണ്ണം സംഖ്യയുണ്ട്. 5 എണ്ണം, 7 എണ്ണം, 9 എണ്ണൽ സംഖ്യ, അല്ലെങ്കിൽ 13 ഇരട്ട സംഖ്യ, അല്ലെങ്കിൽ 15 ഒറ്റ സംഖ്യ. അങ്ങനെ ഈ എണ്ണം പറയുന്നത് ഒറ്റ സംഖ്യ അനുപാതത്തിലാണെങ്കിൽ ഈ കിട്ടുന്ന ശരാശരിയായി കിട്ടുന്ന സംഖ്യ എന്ന് വെച്ചാൽ മിഡിൽ നമ്പർ ആയിരിക്കും. നമ്മുടെ ആ 5 സംഖ്യയിൽ മിഡിൽ നമ്പർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ മിഡിൽ നമ്പറാണ് 60. മനസ്സിലായോ? അപ്പോൾ 5 സംഖ്യ വേണം, അതിൽ മിഡിൽ നമ്പർ കിട്ടി. അപ്പോൾ ഇനി 4 എണ്ണം വേണം അല്ലേ? അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം മതി. ഇവിടെ ഒരെണ്ണം ചേർക്കുക, ഇവിടെ ഒരെണ്ണം ചേർക്കുക, അപ്പോൾ 2 എണ്ണമായി. ഇവിടെ 2 എണ്ണം കൊടുക്കുക, അപ്പം 2 2 4. അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം ചേർക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേർത്ത് നോക്കി. 60 കഴിഞ്ഞാൽ 61 എണ്ണൽ സംഖ്യയാണ്. 62 ഇരട്ട സംഖ്യയാണെങ്കിൽ 2 2 കൂടി പോകും. ഇവിടെ ഒറ്റ സംഖ്യയും പറഞ്ഞിട്ടില്ല, ഇരട്ട സംഖ്യയും പറഞ്ഞിട്ടില്ല, എണ്ണൽ സംഖ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1 കൂടി പോയാൽ മതി. അതിലൊന്ന് കുറച്ച് 60 കഴിഞ്ഞാൽ 59, 58. നമ്മുടെ 5 സംഖ്യയും കിട്ടി കണ്ടോ. നമ്മൾ എക്സ് ഒന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ടോ? അപ്പം അങ്ങനെ നമുക്ക് ചെയ്താൽ മതി. ഇതിൽ എന്താണ് നമുക്ക് വലിയ സംഖ്യയാണ് വേണ്ടത്. വലിയ സംഖ്യ ആരാണ്? 62 ആണ്. നമ്മുടെ ഓപ്ഷൻ ബി നോക്കിയാൽ കാണാം 62 എന്ന് കിടപ്പുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ശരാശരി 11.5ഉം അവയുടെ വ്യത്യാസം 11.5ഉം ആണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. ഇവിടെ നമ്മൾ ഈ വലിയ സംഖ്യനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, ചെറിയ സംഖ്യനെ നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ പറയുന്നു, നമ്മുടെ ചോദ്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 സംഖ്യയുടെ ശരാശരി 11.5 എന്ന് വെച്ചാൽ എക്സും വൈയുമാണ് സംഖ്യ. അപ്പോൾ എക്സും വൈയും കൂടെ കൂട്ടി /2 എണ്ണം കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണല്ലോ ശരാശരി എന്ന് പറയുക. അപ്പോൾ എത്ര കിട്ടും? 11.5 കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 സംഖ്യകളുടെ തുകയെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ശരാശരി എന്ന് വെച്ചാൽ സംഖ്യ തമ്മിൽ കൂട്ടിയിട്ട് /2. അതാണ് 11.5. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ x+y കണ്ടുപിടിക്കാൻ പറ്റും? അപ്പോൾ x+y = നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 2 അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ മതി. 2ഉം 11.5 കൂടെ ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 23 കിട്ടും. അത്ര മനസ്സിലായോ? ഇനി വീണ്ടും ചോദ്യം വായിച്ചാൽ ഒരു കാര്യം കൂടെ കിട്ടും. എന്താണ്? അവയുടെ വ്യത്യാസം 11.5 ആണ്. എന്ന് വെച്ചാൽ എക്സും വൈയുമാണ് സംഖ്യ, എക്സ് ആണ് വലിയ സംഖ്യ. അപ്പോൾ എക്സിൽ നിന്ന് വൈ കുറച്ചാൽ 11.5 കിട്ടും. ഇപ്പോൾ 2 ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടിയേണ്ടത്. ഇവിടെ 2 ഇക്വേഷൻ കിടക്കുന്നുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് മെത്തേഡ് ഉപയോഗിച്ചും അതിനെ സോൾവ് ചെയ്താൽ മതി, എക്സും വൈയും കിട്ടും. ഞാനപ്പോൾ അതിനൊരു ചെറിയൊരു എളുപ്പമാർഗ്ഗം പറയുന്നു. നമ്മൾ ഈ ഹാഫ് റേഷ്യോ മെത്തേഡ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കുക, കുറച്ച് പകുതി എടുക്കുക, അത് തന്നെ എന്ന് തന്നെ. അപ്പോൾ ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഈ 23ന്റെ പകുതി എത്രയാണ്? 23ന്റെ പകുതി എത്രയാണ്? 11.5. നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോകണേ. ഇനി 11.5ന്റെ പകുതി എത്രയാണ്? 5.75. ഇനി ഈ ആളെ വെച്ചിട്ട് നമുക്ക് എക്സും വൈയും പറയാം. എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് വലിയ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വന്നിരിക്കുന്ന ഹാഫില്ലേ, രണ്ടും കൂടെ കൂട്ടിയാൽ മതി. 11.5 + 5.75 കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടാം? 17.25. പ്ലസ് ഞാനൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ദശാംശ സംഖ്യയാണ്. ഇനി വൈ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വേറൊന്നുമില്ല, ഇവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി. വേറൊന്നുമില്ല ഉണ്ടോ? നേരത്തെ പ്ലസ് ഇട്ടു, പകരം മൈനസ് ഇട്ടാൽ മതി. 11.5 - 5.75 കുറക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടാം? 5.75 എന്ന് കിട്ടാം. ഇപ്പോൾ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കിട്ടി. ഇനി നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വലിയ സംഖ്യ ബൈ ചെറിയ സംഖ്യ എത്ര, ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഉണ്ടോ? അപ്പം എക്സ് ആണ് വലിയ സംഖ്യ, വൈ ആണ് ചെറിയ സംഖ്യ. അപ്പോൾ x/y എത്ര എന്നാണ് ചോദ്യം. എത്ര? എക്സ് 17.25 ആണ്, ഡിവൈഡഡ് ബൈ 5.75 ആണ്. അപ്പോൾ നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ആ ചെറിയ ആൾ 5.75 ആണ്. നിങ്ങൾ 5.75നെ 3 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ 17.25നെ 5.75 ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും.
നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് കിടപ്പുണ്ട് അല്ലേ? ഓപ്ഷനകത്ത് എത്രാമത്തെ ബി ഓപ്ഷൻ നോക്കിയാൽ കാണാം എന്താണ് 3 എന്ന് കിടപ്പുണ്ട്. അത് തന്നെയാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അടുത്ത ചോദ്യം, തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് എ ബി സി ഡി ഇ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണിത്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ആൻസർ തെറ്റും. ഞാൻ ആ എ ബി സി ഡി അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 ഒറ്റസംഖ്യകൾ എഴുതുക. ഒറ്റസംഖ്യയോ എണ്ണൽ സംഖ്യ ഏത് എഴുതിയാലും മതി മക്കളെ. തുടർച്ചയായ 5 ഒറ്റസംഖ്യ എന്ന് പറയുന്ന ഒറ്റസംഖ്യ എഴുതാം, എണ്ണൽ സംഖ്യ എഴുതാം, ഏത് എഴുതിയാലും കുഴപ്പമില്ല. ഏത് എഴുതിയാലും നിങ്ങളുടെ ആൻസർ ഓക്കെയാണ്. ഞാനിവിടെ 5 എണ്ണൽ സംഖ്യ എഴുതുകയാണ്, മറന്നുപോലെ 5 എണ്ണൽ സംഖ്യ നോക്കി. 8, 9, 10, 11, 12. മനസ്സിലായോ? ഒറ്റ സംഖ്യ എഴുതിയാലും കുഴപ്പമില്ല, എണ്ണൽ സംഖ്യ എഴുതിയാലും കുഴപ്പമില്ല, ഇരട്ട സംഖ്യ എഴുതിയാലും കുഴപ്പമില്ല. ഇനി 5ന്റെ ഗുണിതം, തുടർച്ചയായ 5ന്റെ ഗുണിതം എഴുതാം, 3ന്റെ ഗുണിതം എഴുതാം, ഏത് എഴുതിയാലും മതി. എല്ലാത്തിലും ആക്ട് ചെയ്യുന്ന ഒരുമിച്ച് ഒരേ നിയമം തന്നെയാണേ. അപ്പം ഞാനൊരു 5 ഒറ്റ സംഖ്യയ്ക്ക് വരെ എണ്ണൽ സംഖ്യ എഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ സംഖ്യ എഴുതി നിങ്ങൾ ചെയ്തു, അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കിട്ടുമോ നിങ്ങൾ നോക്കിക്കോ. വേണമെങ്കിൽ ഇരട്ട സംഖ്യ എഴുതിയും ചെയ്തു കേട്ടോ. ഇനി നിങ്ങൾക്കറിയാലോ, ഞാനിപ്പം എക്സാമ്പിളായിട്ട് ഇപ്പോൾ എ ബി സി ഡി എന്നുള്ളതിന് പകരമാണ് ഞാൻ 8, 9, 10, 11, 12 എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ സംഖ്യയുടെ ശരാശരി കണ്ടുപിടിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ഇതെല്ലാം കൂടെ കൂട്ടുക. 8 + 9 + 10 + 11 + 12 ഡിവൈഡഡ് ബൈ എത്ര? 5 എണ്ണം ഉണ്ട്, അപ്പോൾ ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എല്ലാം കൂടെ തൂക്കം കണ്ടുപിടിക്കുക, കൊണ്ട് ഹരിക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50 എന്നാണ് തുക കിട്ടുക. 8, 9, 10, 11, 12 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര? 50 എന്ന് കിട്ടും. അത് എളുപ്പമാണ് കേട്ടോ. 12, 8 കൂടെ കൂട്ടുമ്പോൾ 20, 11, 9 കൂടെ കൂട്ടുമ്പോൾ 20, 20 പിന്നെ ഒരു 10. അപ്പോൾ 20, 20, 10 എത്ര? 50 ബൈ 5. 50 ബൈ 5 എന്ന് വെച്ചാൽ എത്ര? 10. അപ്പോൾ ഈ സംഖ്യകളുടെ ശരാശരി 10 ആണ്. എന്ന് വെച്ചാൽ അവയുടെ മിഡിൽ നമ്പറാണ് ശരാശരി. മനസ്സിലായോ? ഒറ്റ സംഖ്യ അനുപാതമായാലും ഇരട്ട സംഖ്യ അനുപാതമായാലും എണ്ണൽ സംഖ്യ അനുപാതമായാലും നിശ്ചിതമായ സംഖ്യ കൂടിപ്പോകുന്ന അനുപാതമായാലും അവിടെയൊക്കെ ശരാശരി നടുക്കത്തെ സംഖ്യയാണ്. 10 കിട്ടി. അപ്പോൾ ശരാശരി നമുക്ക് ഒരു മെത്തേഡ് അപ്പോൾ 10 കിട്ടി. അപ്പം നമുക്ക് ഒന്നാമത്തെ ഇത് ശരാശരിയാണ് നമുക്കറിയാം. ഇനി എന്താണ്? നമ്മൾ ഈ a+e/2 എന്ന് വെച്ചാൽ ആദ്യ പദം അവസാന പദം. അപ്പം നമ്മൾ അവിടെയും പഠിക്കണം. ശ്രേണി രൂപത്തിലുള്ള നിശ്ചിതമായ സംഖ്യ കൂടി പോകുന്ന ശ്രേണി രൂപത്തിലുള്ള സമാന്തര ശ്രേണി രൂപത്തിലുള്ള ഏത് ശ്രേണികൾ തന്നാലും ശരാശരി ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 എന്നാണ്. അതിപ്പോൾ ഒറ്റ സംഖ്യ ആകുമ്പോൾ 2 കൂടി പോകുന്നു, ഇരട്ട സംഖ്യ ആകുമ്പോൾ 2 കൂടി പോകുന്നു, എണ്ണൽ സംഖ്യ ആകുമ്പോൾ 1 കൂടി പോകുന്നു. അപ്പോൾ ഇതെല്ലാം ശ്രേണി രൂപമാണ്. അതും നമുക്ക് അതും പറയാം. അതെങ്ങനെ പറയുക? ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2 എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എങ്ങനെയാണത്? ഇവിടുത്തെ ആദ്യ പദം എത്രയാണ്? 8 ആണ്. അവസാന പദം എത്രയാണ്? 12 ആണ്. അപ്പം 8 + 12 ബൈ 2 എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലോ? കാര്യം 2 ടൈമല്ലേ എടുത്തുള്ളൂ. 12 കിട്ടി 20 ആണ്. 20 ബൈ 2 എത്രയാണ്? അപ്പോഴും ശരാശരി കിട്ടും, 10 കിട്ടും. മനസ്സിലായോ? ഇനി മൂന്നാമത്തത് കണ്ടോ? അപ്പോൾ ഇതും നമുക്ക് പറയാം, നമ്മൾ ഈ പറഞ്ഞ ആളും കറക്റ്റ് തന്നെ, ഇതും ശരാശരി തന്നെയാണ്. ഇനി മൂന്നാമത് സി എന്ന് പറഞ്ഞ ആളുണ്ടല്ലേ, അയാളെ കൂടെ നമുക്ക് നോക്കാം. നമുക്ക് 8, 9, 10 എന്ന് പറയുന്നത് എന്താണ്? 8, 9, 10, 11, 12 എന്നുള്ളതിന് പകരം എ ബി സി ഡി ഇ എന്ന് ഞാൻ കൊടുക്കുകയാണ്. നോക്കിക്കേ, നമുക്കിപ്പോൾ കിട്ടിയത് 10 ആണ്. ഇവിടെയും കിട്ടിയത് 10 ആണ്. ആ സി എന്ന് പറയുന്ന ആൾ എത്ര തന്നെയാണ്? 10 ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ അത്? അപ്പം മിഡിൽ നമ്പർ എന്ന് പറയുന്നത് 10 തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങനെ വേണം എടുത്താലും ആൻസർ ആണ്. കണ്ടോ? അപ്പം 3 തരത്തിൽ നമുക്ക് ശരാശരി പറയാം. അപ്പോൾ സി എന്ന് പറയുന്ന ആൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടോ? സി എന്ന് പറയുന്നത് 10 ആണ്. അപ്പം എല്ലാം കൂടെ കൂട്ടി എണ്ണം a+b+c+d+e എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ചാലും ആദ്യ പദം അവസാന പദം കൊണ്ട് ചെയ്താലും നടുക്കത്തെ ടൈം മാത്രം എടുത്താലും എല്ലാം ശരാശരിയാണ്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ഇത് 3ഉം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നമ്മൾ പറയുന്നത് നമ്മുടെ ഇതെല്ലാം ശരിയാണ്, നമ്മൾ 3 ആളും ശരിയാണ് എന്നുള്ളത് നമ്മുടെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ പൊതുവെ പലർക്കും തെറ്റിയൊരു ക്വസ്റ്റ്യൻ. കാര്യം ഇങ്ങനെ 3ഉം ശരിയാണെന്നൊക്കെ പറയുമ്പോൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ നമുക്കില്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി പലർക്കും തെറ്റിയൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഓക്കെ. ചോദ്യം വായിക്കുക. 8 സംഖ്യകളുടെ ശരാശരി 32. അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ 31. ഒഴിവാക്കിയ സംഖ്യ ഏത്? ഇത് 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ആദ്യം ചോദ്യം വായിക്കുമ്പോൾ എന്ത് പറയുന്നുണ്ട്? 8 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 8 സംഖ്യയുടെ ശരാശരി 32. ഓക്കെ. അപ്പോൾ നമുക്ക് ശരാശരിയും തന്നിട്ടുണ്ട്, എണ്ണവും തന്നിട്ടുണ്ടെങ്കിൽ 8 സംഖ്യകളുടെ ആകെ എങ്ങനെ കണ്ടുപിടിക്കാം? 8 × 32. 32 8 വെച്ച് ഗുണിക്കുമ്പോഴത്തേക്ക് നമുക്ക് 256 കിട്ടാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 8 സംഖ്യകളുണ്ട്. ആ 8 സംഖ്യകൾ
എഴുതി കൂട്ടിയാൽ 256 കിട്ടും. ഇതാണ് എൻ്റെ അർത്ഥം. ഇതിൽ ഒരു സംഖ്യ ഒഴിവാക്കി അപ്പോൾ എത്ര സംഖ്യയേ ഉള്ളൂ? 7 സംഖ്യ. എന്നിട്ട് ശരാശരി കണ്ടുപിടിച്ചപ്പോൾ എത്രയാണ്? 31. അപ്പോൾ 7 സംഖ്യയുടെ ശരാശരി 31 വെച്ചാൽ 7 സംഖ്യകളുടെ ആകെ എത്രയായിരിക്കാം? 7 × 31. അപ്പോൾ നമുക്ക് 217 എന്ന് കിട്ടാം. ഇനി നിങ്ങൾ ആലോചിച്ചേ, 8 സംഖ്യ കൂട്ടിയപ്പോൾ 256 കിട്ടി. അതിലൊരു സംഖ്യ പോയിട്ട് മിച്ചമുള്ള 7 ആളെ കൂട്ടിയപ്പോൾ 217 കിട്ടി. അപ്പോൾ ആ സംഖ്യ കണ്ടുപിടിക്കാൻ ഇവ തമ്മിൽ കുറച്ചാൽ പോരെ? 256 8 ഉണ്ടായിരുന്നു, അപ്പോൾ 256 ഉണ്ടായിരുന്നു. ഒരാൾ പോയപ്പോൾ 217 ആയി. അപ്പോൾ 256 217 കുറച്ചാൽ മതി. നമ്മുടെ ആൻസറാണ് 39. മനസ്സിലായോ? നമ്മുടെ ഡി ഓപ്ഷനിൽ കിടപ്പുണ്ട് 39 എന്ന് നമുക്ക് ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഇത് തന്നെ നമുക്ക് വേറൊരിടത്തിൽ കൂടെ ചെയ്യാം. നമ്മൾ സാധാരണ ടീച്ചർ വന്നപ്പം വയസ്സ് കൂടി എന്ന് പറഞ്ഞ് ചെയ്തില്ല, അതുപോലെ നമുക്ക് ചെയ്യാം. നോക്കിക്കേ, ചോദ്യം അവിടെയുണ്ട്. 8 സംഖ്യകളുടെ ശരാശരി എത്രയാണ്? 32. ഒരു സംഖ്യ ഒഴിവായി, അപ്പോൾ എത്ര? 7 ആയി. അപ്പോൾ ശരാശരി എത്രയായി? 31. ഇത് വേണമെങ്കിൽ താഴെ എഴുതി ചെയ്യാം. അപ്പോൾ ഒരു മൈനസ് വരുമെന്ന് മാത്രമേ ഉള്ളൂ. മൈനസ് വന്നാലും ആൻസർ കിട്ടും. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ആളെ ആദ്യം പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. മൈനസ് ആയിട്ട് വലിയ കൺവേർഷൻ വരില്ല, മൈനസിൻ്റെ കൺഫ്യൂഷൻ വരില്ല. ഇനി ആവറേജുകൾ വ്യത്യാസം എത്ര? 31 32 വ്യത്യാസം എത്രയാണ്? 1. ആ 1 കൊണ്ട് നമ്മുടെ ആദ്യത്തെ സംഖ്യയോ 8 ഇൻറ്റു ചെയ്താലും കിട്ടും കേട്ടോ. 1 × 7 7 ഇവിടെ ഇൻറ്റു ചെയ്താലും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 1 × 8 8 പിന്നെ ഇങ്ങോട്ട് കൂട്ടേണ്ടി വരും, അത്രേ ഉള്ളൂ. 8 31 അങ്ങനെ കൂട്ടിയാലും ആൻസർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എളുപ്പത്തിൽ ചെയ്യുമ്പോഴത്തേക്ക് ആ ആദ്യത്തെ സംഖ്യ 1 × 7 7. നേരെ ഡയഗണൽ കിടക്കുന്ന 32 കൂട്ടുക. 32 7 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 39. നേരത്തെ ആൻസർ തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഡി ഓപ്ഷനിലേക്ക് നോക്കിയാൽ 39 എന്ന് കാണാം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്രിക്കറ്റ് കളിയിൽ ആദ്യത്തെ 10 ഓവറിലെ റൺ നിരക്ക് 3.2 ആണ്. ബാക്കിയുള്ള 40 ഓവറിൽ ഏതു റൺ നിരക്കിൽ റൺ എടുത്താലാണ് എതിർ ടീമിനെതിരെ 282 റൺസ് നേടാൻ സാധിക്കുക? ഈ റൺ നിരക്ക് എന്ന് പറയുന്നത് ശരാശരി എന്നാണ് ഉദ്ദേശിക്കുന്നത്, മറന്നുപോലെ. ഇപ്പൊ ചോദ്യത്തിനകത്ത് എന്താണ്? 10 ഓവറിലെ ശരാശരിയാണ് 3.2 എന്നർത്ഥം. അപ്പൊ 10 ഓവറിൽ എത്രയുണ്ട്? 3.2 ശരാശരി വെച്ച് റൺ നിരക്കുണ്ട്. അപ്പോൾ 10 ഓവറിൽ ആകെ എത്രയുണ്ട്? 10 × 3.2 എത്ര? 32 റൺസാണ് 10 ഓവറിൽ നിന്ന് നേടിയിരിക്കുന്നത്. ഇനി എനിക്ക് എത്ര റൺസ് ആകെ നേടണം? 282 റൺസ് നേടണം. ഇതിൽ ഞാനിപ്പോൾ എത്ര റൺസ് നേടി? 32 റൺസ് നേടി. അപ്പോൾ ഇനി എത്രയോടെ മിച്ചമുണ്ട്? തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 250 റൺസ് നേടണം എന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് 250 റൺസ് നേടണം. മൊത്തം 50 ഓവറാണ് ഉള്ളത്. അതിൽ 10 ഓവർ കഴിഞ്ഞു. ഇനി എത്ര ഓവറുണ്ട്? 40 ഓവർ മിച്ചമുണ്ട്. ആ 40 ഓവറിൽ നിന്നാണ് നമ്മുടെ 250 നമ്മൾ നേടേണ്ടത്. മനസ്സിലായോ? അപ്പം 40 ഓവറിൽ 250 നേടണം. അപ്പം ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആകെ നേടേണ്ടത് 250, നമ്മുടെ മുന്നിലുള്ളത് 40 ഓവർ. അപ്പോൾ 250/40, 0 വെട്ടുക. 25നെ 4 കൊണ്ട് സൈഡിൽ ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ 25ൻ്റെ പകുതി 2 തവണ എടുത്താൽ മതി. 25ൻ്റെ പകുതി ആദ്യം എടുക്കുമ്പോൾ 12.5, വീണ്ടും ഒന്നുകൂടെ എടുത്താൽ 6.25. മനസ്സിലായോ? അങ്ങനെ എടുത്താലും മതി. നമ്മുടെ എ ഓപ്ഷനാണ് ആൻസർ. 6.25 എന്ന് അവിടെ കിടപ്പുണ്ട്. അടുത്ത ചോദ്യം. 9 സംഖ്യകളുടെ ശരാശരി 80 ഇതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി 70 അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി 90 അഞ്ചാമത്തെ സംഖ്യ ഏത്? ഇത് വളരെ നല്ലൊരു സ്റ്റാൻഡേർഡ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ പറ്റുന്നത് ബാങ്ക് എക്സാമിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ ഇങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, 9 സംഖ്യ, ആദ്യത്തെ 4, അവസാനത്തെ 4, അങ്ങനെ. അവിടെ അങ്ങനെയല്ല. ഇപ്പോൾ 13 സംഖ്യ ഉണ്ടാവും. എന്നിട്ട് പറയും ആദ്യത്തെ 9 പറയും, അവസാനത്തെ 3 പറയും, അതിൻ്റെ ഇടയ്ക്കുള്ള ആളെ ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിക്കുന്ന മോഡലാണ് അവിടെ. അത് വളരെ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1 വേർഡ് നമ്മൾ നമ്മുടെ ഈ ചാനലിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ആവറേജിനകത്ത് ആ ഒരു സെക്ഷൻ്റെ മാത്രം നമ്മളൊരു 1 വേർഡ് ഇട്ടിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് 1 വേർഡ്. അത് നമ്മൾ ചെയ്യുന്നത് ഇത്തിരി കാര്യങ്ങൾ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ല. 1 വേർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് നോക്കാം.
ഇപ്പം ഞാനിത് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒറിജിനൽ മെത്തേഡാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ആ ഷോർട്ട് മെത്തേഡ് അറിയണമെങ്കിൽ നിങ്ങൾ കുറച്ച് അറിയണം. പിന്നെ ചില ആളുകൾ ഇതിൻ്റെ അകത്ത് കൂട്ടിപ്പകുതി എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ വെറുതെ കേട്ടോ. പല ഇതിനകത്ത് ഞാൻ കണ്ടു, ഞാൻ ഇതിന് ക്ലാസ്സിലൊക്കെ ഒരു പ്രാവശ്യം പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക്. അങ്ങനെ കിട്ടില്ല. ഈ ഒറിജിനൽ ബാങ്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന മറ്റുള്ളവർ പറയുന്ന വൺ വേർഡുകൾ ആക്ട് ചെയ്യാത്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ക്രിയേറ്റ് ചെയ്താണ് വൺ വേർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആ വൺ വേർഡ് എന്ന് പറയുന്നില്ല, ഒറിജിനൽ പറയുന്നുള്ള കാര്യം. അത് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. അപ്പോൾ 9 സംഖ്യയിലെ ശരാശരി 80. അപ്പോൾ ഇവിടെ 9 സംഖ്യ തന്നിട്ടുണ്ട്, ശരാശരി 80. ചോദ്യം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ 9 സംഖ്യയുള്ള ആകെ എത്രയാണ്? 9 × 80, 9 × 72, 720 നമുക്ക് ഉള്ള 9 സംഖ്യകളും കൂടെ കൂട്ടിയാൽ 720 കിട്ടും. ഇനി ഇതിൽ ആദ്യത്തെ 4 സംഖ്യകൾ, അപ്പോൾ ആദ്യത്തെ 4 സംഖ്യ എടുക്കുന്നു. ആ 4 സംഖ്യയുടെ ശരാശരി എത്രയാ? 70 എങ്കിൽ 4 സംഖ്യയുടെ ആകെ എത്രയായിരിക്കാം? 4 × 70, 7 4 28, 280. അവസാനത്തെ 4 സംഖ്യകളുടെ ശരാശരി എത്രയാ? 90. അപ്പോൾ അവയുടെ ആകെ എത്രയായിരിക്കാം? 4 × 90, 360. മനസ്സിലായോ? ഇനി നമുക്ക് ഈ രണ്ടാളെ കൂട്ടിക്കുക. ആദ്യത്തെ 4 അവസാനത്തെ 4 കൂടെ കൂട്ടുമ്പോൾ 8 സംഖ്യയുടെ തുകയായില്ലേ? അപ്പോൾ നമ്മൾ അവ തമ്മിലൊന്ന് കൂട്ടുന്നു. 280 + 360, 640. ഇനി നിങ്ങൾക്ക് മനസ്സിലായി, 9 സംഖ്യ കൂട്ടിയപ്പോൾ 720 കിട്ടി, അതിൽ 8 എണ്ണം കൂട്ടിയപ്പോൾ 640 കിട്ടി. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവ തമ്മിൽ വ്യത്യാസം എടുത്താൽ പോരെ? 720 ആണ് 9 സംഖ്യയുടെ തുക, അതിൽ 8 എണ്ണത്തിന് എത്ര? 640. അപ്പോൾ തമ്മിൽ വ്യത്യാസം എടുക്കുമ്പോൾ ആ ഒരാളെ കിട്ടും. അത് എത്ര തന്നെയാണ്? 80 തന്നെ കിട്ടും. പിന്നെ നിങ്ങളിപ്പോൾ ഈ തുല്യമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആദ്യത്തെ 4 അവസാനത്തെ 4 എന്നൊക്കെ വരുമ്പോൾ നോക്കണം, ഈ 70ൻ്റെയും 90ൻ്റെയും ശരാശരി ഈ വന്നിരിക്കുന്നതാണ് എങ്കിൽ നമുക്ക് പറയാം ആൻസർ ഇതാന്ന് പറയാം. അങ്ങനെ ഒരു ഷോട്ട് ഉണ്ട്. അത് പക്ഷേ എപ്പോഴും ശരിയാകില്ല, വല്ലപ്പോഴും കൂടെയൊക്കെ അങ്ങനെ കിട്ടുള്ളൂ. ഇതിൻ്റെ അകത്ത് നല്ല നമ്മുടെ ഡിഗ്രി ലെവലിൽ തന്നെ വളരെ നല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന മോഡലാണ്. ശരാശരി തന്നെ ഏകദേശം നല്ലൊരു ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ നമ്മുടെ A ഓപ്ഷനാണ് നമ്മുടെ ആൻസർ, 80 എന്ന് പറയുന്ന ആൻസറാണ്. ഓക്കെ.